ഓട്ടോയിലാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റുഡിയോയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വെച്ചാണ്. ഞാൻ വീഡിയോഗ്രാഫറാണ്, അവൻ ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ കുറച്ച് നാളായി അവനെ കണ്ടിട്ട്, അവനൊന്ന് കാണാമെന്ന് വിചാരിച്ച് പോവാം. അവന് അവിടെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പൊക്കെ ഉണ്ട്, ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്ന് പോയി അതൊക്കെ ഒന്ന് കാണാമെന്നുള്ളൊരു ഐഡിയയിൽ പോവുകയാണ്. ഒന്ന് കണ്ടു നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം, എന്തെങ്കിലും ഫോട്ടോഷൂട്ടൊക്കെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ പറ്റുമോ നോക്കാം. ആ ഒരു പ്ലാനിൽ പോവാണ്. ഇവിടെ അടുത്താണ്, തമ്മനത്താണ്. ഇവിടെ കുറച്ചും കൂടി പോകാനേ ഉള്ളൂ. ഓ, ഇവിടെ ഫ്രണ്ടിലൊരു പോർഷെ പോകുന്നുണ്ട്. ഓ ഓസം മാൻ, യെല്ലോ പോർഷെ എല്ലാവരുടെ ഒരു ഡ്രീം കാറാണ്. അഫ്കോഴ്സ് എൻ്റെയും. നല്ല രസമുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു പോർഷെ എടുക്കാൻ പറ്റുമായിരിക്കും, നോക്കാം. പക്ഷെ അത് പെട്ടെന്ന് കണ്ടപ്പോഴത്തേനുണ്ടല്ലോ, പെട്ടെന്ന് പഴയ ഡ്രീമിലോട്ട് പോയി. എങ്ങനെയെങ്കിലും ഒരു പോർഷെ എടുത്താൽ മതി എന്നുള്ളൊരു മൂഡ് വരും ഇങ്ങനെ പോർഷെ കാണുമ്പോൾ. പെട്ടെന്ന് ആരോ വിളിക്കുന്നുണ്ട്. 1 സെക്കൻഡ്, സോറി. ഹലോ, എവിടെയുണ്ട്? ഞാൻ നിൻ്റെ സ്റ്റുഡിയോയിലോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇപ്പം എത്തും, അധികമില്ല, കുറച്ച് നേരം കൂടെ ഉള്ളൂ. ഇപ്പം എത്തും, ഓട്ടോയിലാണ്. ഇപ്പം തന്നെ വരാം. ഓക്കെ, ശരി, ബൈ. റോണക്കാണ് വിളിച്ചത്, എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ സ്റ്റുഡിയോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവനാണ് വിളിച്ചത്. അവന് കുറച്ച് നേരം വിട്ട് വിളിച്ചുകൊണ്ടിരിക്കണേ, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട്. അവൻ എന്നെ കാണാഞ്ഞിട്ട് വിളിച്ചത്. അവൻ്റെ അടുത്തൊരു സോറി പറയണം ലേറ്റ് ആയതിന്. പോയി നോക്കാം അവനെന്ത് പറയാൻ നോക്കാം. ഓക്കെ, നമ്മളിവിടെ എത്താറായി. കുറച്ച് നേരം കൂടി ഉള്ളൂ, ഒരു 5 മിനിറ്റേ ഉള്ളൂ. 5 മിനിറ്റ് ഇല്ല ആക്ച്വലി. ഇവിടെ നിന്നൊരു വളവ് തിരിഞ്ഞ് 2 റൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥലത്തി. പോയി നോക്കാം എന്താ അവിടുത്തെ അവസ്ഥ നോക്കാം. അവിടെ ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഒന്ന് പോയി നോക്കാം. നമുക്ക് അവിടുത്തെ സ്റ്റുഡിയോ ഒന്ന് കാണിച്ചു തരാം, അവിടെ എങ്ങനെയുണ്ടെന്നത് കാണിച്ചു തരാം. അവിടെ ഒരു ഫോട്ടോഷൂട്ടിനുള്ള ഫ്ലോർ ഉണ്ട്, പിന്നെ പോഡ്കാസ്റ്റ് അങ്ങനെയുള്ള പരിപാടിയൊക്കെ നടക്കും. ഒന്ന് പോയി നോക്കാം, എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാം. അതാണ് പ്ലാൻ. നമ്മുടെ ഫ്രണ്ടിൻ്റെ സ്റ്റുഡിയോ ആണ്. ക്യാമറ റെൻ്റൽസ് ഉണ്ട് ഇവിടെ, പിന്നെ അകത്ത് സ്റ്റുഡിയോ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ എക്യുപ്മെൻറ്റ്സ്, നിങ്ങൾക്ക് കാണാം. ഇതിവിടെ എടുത്ത ഫോട്ടോസാണെന്ന് തോന്നുന്നു, ഇവിടെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തതാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. നമുക്ക് അകത്തോട്ട് പോയാലോ? ഇതാണ് ഫ്ലോറ്. ഇവിടെ ലൈറ്റപ്പ് സെറ്റപ്പ് എല്ലാം ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നമുക്കിവിടെ ഒരു പോഡ്കാസ്റ്റ് ഫ്ലോറും കൂടി ഉണ്ട്. ഹേ ബ്രോ, ഇതാണ് നമ്മുടെ പോഡ്കാസ്റ്റ് ഫ്ലോറ്. ഇവിടെ ഉള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇതുണ്ട്, ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ വായിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നെ പിന്നെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ LC 500 ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു ബൂം ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വിത്ത് സോഫ്റ്റ് ബോക്സ് വിത്ത് ഫക്കിംഗ് ഗ്രിഡ്സ്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഇത് തന്നെയാണ്, LC 500 തന്നെയാണ്. ചെയർ എല്ലാം ഉണ്ട്. ഒരു പോഡ്കാസ്റ്റിനുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചുമ്മാ വരാം, ഷൂട്ട് ചെയ്യാം, നിങ്ങൾക്ക് കണ്ടൻറ്റ് കിട്ടും, അത്രേ ഉള്ളൂ. വാ, ഇനി വേറെ ഉണ്ട് ഐറ്റംസ് കാണിച്ചു തരാം. വാ, വേറെ എന്താ ഉള്ളത്? ആ, ഓക്കെ ഗൈസ്, മേക്കപ്പ് റൂം. കം സി, മേക്കപ്പ് റൂം ഉണ്ട് ഇവിടെ. ചെയർ ഉണ്ട്, മിറേഴ്സ്, ആൻഡ് ഇവിടെ കോസ്റ്റ്യൂംസ് ഉണ്ട് കേട്ടോ. ഫോട്ടോഷൂട്ടിനുള്ള കോസ്റ്റ്യൂംസ് എന്തോ ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവിടെ. അയ്യോ, ഓക്കെ. ഇവിടെ ഓക്കെ. ഓ, ഇവിടെ വേറൊരു റൂം കൂടിയുണ്ട്. ഇതെന്താ നോക്കാം. ഒരു റെസ്റ്റ് റൂമാണ്, എല്ലാം ഉണ്ട് ഇവിടെ. ഓക്കെ,
ഓവറോൾ അടിപൊളിയാണ്. നിങ്ങൾക്ക് ചുമ്മാ വന്നിട്ടുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്ത് കണ്ടൻറ്റായിട്ട് എടുത്തിട്ട് പോവാം. ഇവിടെ വേറെ ഒരു സാധനം കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കമോ, ഇത് നമ്മുടെ എഡിറ്റിംഗ് റൂമാണ്. നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്സ് എല്ലാം ഇവിടെ നടക്കുന്നത്. എഡിറ്റിങ്ങിനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ റെൻ്റൽ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. നമ്മുടെ ഡ്രൈ ബോക്സ് ക്യാബിനും എല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്കിപ്പോൾ ഒരു പ്രൊഡക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നാൽ മാത്രം മതി. കംപ്ലീറ്റ് സെറ്റപ്പ് നമ്മൾ ചെയ്തു തരും. ഇവിടെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് വരാം, ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഔട്ട്പുട്ടായിട്ട് പോവാം. ജസ്റ്റ് ഒരു ദിവസം ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി.